മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കേരള സർക്കാരിന് പരിഭവം പറയാനേ ആവുന്നുള്ളൂ, വാങ്ങിയെടുക്കാനാവുന്നില്ല. ഇനി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തെ വിമർശിക്കാൻ ധൈര്യമില്ല, കേന്ദ്രത്തിൻ്റെ നിലപാട് തെറ്റാണെന്ന് പറയാനുള്ള ആർജവമില്ല. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറയുകയാണ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ചാണ് കാര്യം. കേരള ഗവൺമെൻറ് വാങ്ങിയെടുക്കുന്നതല്ലോ, കേരള ഗവൺമെൻറ് അവകാശപ്പെട്ടത് തരികയല്ലേ വേണ്ടേ? ആ തരുന്നില്ല. തരാതപ്പോഴാണ് സുപ്രീം കോടതി വരെ പോയത്. ഇനി ശക്തിയായ സമരത്തിലേക്ക് പോകേണ്ടി വരും. കുഞ്ഞാലിക്കുട്ടി സമരത്തിൽ തയ്യാറുണ്ടോ? UDF തയ്യാറുണ്ടോ? എന്നിട്ട് പറയുകയാണ് വളരെ മാന്യമായിട്ട്, സംസ്ഥാന ഗവൺമെൻറ് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കേന്ദ്രത്തെ വിമർശിക്കാനുള്ള നട്ടലില്ല, അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ ലീഗായാലും കോൺഗ്രസ് ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവഗണനക്കെതിരായിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും അണിചേർത്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, അതിൽ പ്രതിപക്ഷമായിട്ട് പങ്കുവഹിക്കണം. ആ പങ്ക് വഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരവസ്ഥ. അപ്പോൾ വാക്കുകൊണ്ട് പോലും തള്ളി പറയാൻ കുഞ്ഞാലിക്കുട്ടിക്കാവുന്നില്ല എന്നുള്ളത് അത് RSS BJP വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ്.